നമസ്കാരം. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് അല്ലെങ്കിൽ വില്ല സ്വന്തമാക്കുക എന്നുള്ളത്. അതിൻ്റെ നിർമ്മാണ കോസ്റ്റുകളും മറ്റ് ചെലവുകളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആ ആഗ്രഹങ്ങൾ നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിക്കാറുണ്ട്. എന്നാൽ ആ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്ന മനോഹരമായ ഒരു വില്ല പ്രൊജക്റ്റ് നമ്മുടെ കോട്ടയത്തുണ്ടെന്ന്. നമ്മുടെ കോട്ടയത്തെ റീഗൽ കാസിൽസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ലക്ഷറി വില്ല പ്രൊജക്റ്റാണ് നമ്മുടെ തെങ്ങണ വാകത്താനം റൂട്ടിൽ റോയൽ കാസിൽസ് വില്ലാസ്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഈ സ്ഥലത്ത് വില്ലാസൊക്കെ നിങ്ങൾക്ക് സ്വന്തമാകട്ടെ. മനോഹരമായ ഈ വില്ലകൾ എങ്ങനെ സ്വന്തമാക്കാം, ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കമാൺ. ബഹുമാന്യനായ മാനേജിംഗ് ഡയറക്ടർ സിജി ജേക്കബ് സാറാണ് എന്നോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. ശരിക്കും ഈ വില്ല പ്രൊജക്റ്റിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രചോദനം എന്താണ് സാർ? ബേസിക്കലി പറഞ്ഞാൽ ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. 36 കൊല്ലത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു സിവിൽ എഞ്ചിനീയറാണ്. അതിൽ ആദ്യത്തെ 5 കൊല്ലം ഞാൻ ഡൽഹി ബേസ് ചെയ്ത വർക്ക് ചെയ്തിരുന്നത് വെർട്ടിക്കൽ ഹൗസിങ്, അതായത് ഫ്ലാറ്റ് നിർമ്മാണത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ പോയി മസ്കറ്റിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും കൺസ്ട്രക്ഷൻ ഒക്കെ ആയിട്ട് 28 കൊല്ലത്തോളം മേഖല മുഴുവൻ അരച്ച് കിടക്കി കുടിച്ചു. അതെ, 28 കൊല്ലത്തോളം അവിടെ ജോലി ചെയ്തു. ആ സമയത്ത് എനിക്കൊരു ചിന്താഗതി വന്നത്, നമ്മൾ ചെറുപ്പമായിരുന്ന സമയത്തെ നമ്മളുടെയൊക്കെ ഏതാണ്ട് ഒരു 50 കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതെ അതെ അതെ. ഞങ്ങളുടെ ഗ്രാമത്തിൽ വീടുകൾക്കൊന്നും കോമ്പൗണ്ട് വാളുകളില്ലായിരുന്നു. എല്ലാം തുറന്നു കിടക്കുകയായിരുന്നു. മറ്റൊരാളുടെ പ്രോപ്പർട്ടിയിൽ കൂടെ അല്ലെങ്കിൽ നമ്മളുടെ വസ്തുവിൽ കൂടെ ആർക്ക് വേണമെങ്കിലും സഞ്ചരിക്കാം. പ്രത്യേക നടപ്പാത, വേലിക്കെട്ടുകളൊന്നുമില്ല. എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രോപ്പർട്ടി കൂടെ ഏത് രാത്രിയിലും ഒന്ന് വെളിച്ചം ചോദിക്കാം. അപ്പം നമ്മളൊന്നിൽ ചൂട്ടുകെട്ട് കൊടുക്കും. ചിലപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നവർ പോലും ഉണ്ടായിരുന്നു ചൂട്ടുകെട്ടേക്ക്, അല്ലെങ്കിൽ ചിരട്ടയും മെഴുകുതിരിയും കൊടുക്കും. അത്രയും പരസ്പര സഹകരണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ ഗ്രാമങ്ങൾക്കെല്ലാം മാറ്റം വന്നു. ഗ്രാജുവലായിട്ട് വന്ന മാറ്റമാണ്. എല്ലാവർക്കും കോമ്പൗണ്ട് വാളുകൾ വന്നു, ഗേറ്റ് വന്നു, അതിർത്തി വരമ്പുകളെല്ലാം വന്നു. അപ്പം നമ്മളുടെ പ്രോപ്പർട്ടികൾ കൂടെ ആൾക്കാർ സഞ്ചരിക്കാതെയായി. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു എന്ന് പറയുന്നത് തന്നെയാണ് ശരി. അത് കഴിഞ്ഞിട്ട് അംഗീകൃത വഴികളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ പോലും നമ്മൾ ഒരാളുടെ കോമ്പൗണ്ട് വാളിന് മുകളിൽ കൂടെ അല്ലെങ്കിൽ ഗേറ്റിൽ കൂടെ അകത്തോട്ട് നോക്കിയാൽ പോലും അവരുടെ പ്രൈവസിയിലേക്കുള്ള ഒരു ഇൻട്രൂഷനായിട്ട് അത് വ്യാഖ്യാനിക്കപ്പെടുമോ എന്നൊരു ഭയം നമ്മുടെ ഉള്ളിലായി. അതായത് നമ്മൾ പരസ്പരം അകന്നുപോയി ആൾക്കാർ തമ്മിൽ. അപ്പോൾ ആ അകൽച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് സ്ട്രെസ് വന്നു, മെന്റൽ സ്ട്രെസ് വന്നു, ആങ്സൈറ്റി വന്നു. അങ്ങനെ ഒരു സുരക്ഷിതത്വമില്ലായ്മ, താമസിക്കുന്ന ആരാണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥ, അറിയാൻ വയ്യാത്തൊരവസ്ഥയായി. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു വില്ല പ്രൊജക്റ്റിന്റെ ഒരു ഇതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. കാരണം കമ്മ്യൂണിറ്റി ലിവിങ് വളരെ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ തന്നെ ആദ്യം ഇങ്ങനൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാം. കമ്മ്യൂണിറ്റി ലിവിങ് എന്ന ആ ഒരു ആശയം സാറിന്റെ മനസ്സിൽ വന്നതിനും അത് നടപ്പാക്കിയതിനും ആദ്യം ഒരു ബിഗ് സല്യൂട്ട്. താങ്ക് യു. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ് സാറേ. ശരിക്കും ഈ വില്ലാ പ്രൊജക്ടുകളൊക്കെ തുടങ്ങുമ്പോൾ ടൗണിലാണ് ആദ്യം ആളുകൾ തുടങ്ങുന്നത്. പക്ഷേ ഈ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഈ ഭാഗത്താനത്ത്, അതും പച്ചപ്പട്ടാർന്ന ഒരു സ്ഥലത്ത്, എന്താണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് മനസ്സിലേക്ക് വന്നത്? ആക്ച്വലി വില്ലാ പ്രൊജക്റ്റുകൾ കമ്മ്യൂണിറ്റി ലിവിങ്ങിന് പറ്റിയ സ്ഥലം ഗ്രാമപ്രദേശങ്ങൾ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരത്തിന്റെ എല്ലാ തിരക്കുകളിൽ നിന്നുമാകുന്ന ട്രാഫിക് ബ്ലോക്കുകളിൽ നിന്നാകുന്ന ശുദ്ധമായ വായു, അതെ, പ്രത്യേകിച്ച് നഗര മാലിന്യങ്ങളിൽ നിന്നെല്ലാം ആകുന്ന നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതം, അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ശരിക്കും ആളുകൾ ആ ഒരു ലെവലിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ, ഒരു നഗരം കൊണ്ട് അല്ലെങ്കിൽ ഒരു ടൗൺ കൊണ്ട് മാത്രം നമുക്ക് കാര്യങ്ങളെല്ലാം നടക്കത്തില്ല. നമ്മളെപ്പോഴും നമ്മളെ സംബന്ധിച്ചുള്ള അപര്യാപ്തമാണ്. അതെ, മറ്റൊരു ടൗണിലേക്ക് നമ്മൾ പോകേണ്ടി വരും പല കാര്യങ്ങൾക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ ടൗണുകളുടെയും കൂടെ ഇടയ്ക്ക്
കയ്യെത്തും ദൂരത്ത് മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതല്ലേ ഏറ്റവും നല്ലതെന്ന് കരുതുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ പ്രൊമോട്ട് ചെയ്യാമെന്ന് വെച്ചത്. പ്രധാനമായിട്ട് അതിന്റെ ഒരു സെറനിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ശരി. അതുപോലെ മറ്റൊരു പ്രത്യേകത നമ്മുടെ വില്ല പ്രൊജക്റ്റിൽ ഞാൻ കണ്ടത്, നമ്മുടെ പ്രകൃതിക്ക് ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. അതേപോലെ അതിന്റെ സന്തുലനാവസ്ഥയൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ഈ വില്ലകൾ പണിയുന്നത്. അതെന്താണ് അങ്ങനെ ഒരു സംഭവം? അതെ അതെ, ഇവിടുത്തെ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത അതായിരുന്നു. ഇതൊരു ചെറിയ ഹില്ലാണ്, ഒരു കുന്നും ചെരുവാണിത്. അതേപോലെ ആ നിലനിർത്തിയിട്ടുണ്ട്. കുന്നും ചെരുവിലെ ഭൂമിയുടെ ഘടനയൊക്കെ ഞങ്ങൾ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് അത് മുമ്പോട്ട് കൊണ്ടുപോയത്. അങ്ങനെയായിരുന്നു, അതായിരുന്നു നല്ല ഒരു തീരുമാനം എന്ന് എനിക്ക് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ ലൈനിലും ഡിഫറെന്റ് ഹൈറ്റ്സിലാണ്. അപ്പം ഡിഫറെന്റ് ഹൈറ്റ്സിലുള്ള വീടുകളായതുകൊണ്ട് ഓരോ വീട്ടുകളുടെ മട്ടുപ്പാവിൽ നിന്നും ക്ലിയർ വ്യൂ ഉണ്ട്, എല്ലാവർക്കും ഫ്രഷ് എയർ കിട്ടും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സാധാരണ ഒരു വില്ലാ പ്രൊജക്റ്റിൽ നമ്മൾ ഒരു കോൺക്രീറ്റ് ഫോറസ്റ്റ് എന്നുള്ള ഒരു ചിന്താഗതി. സാറേ, കേരളത്തിലും നമ്മുടെ സമീപ പ്രദേശങ്ങൾക്ക് ഒരുപാട് വില്ല പ്രൊജക്റ്റുകളുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് സവിശേഷതകൾ നമ്മുടെ വില്ലകൾക്കുണ്ട്. അത് ഒന്ന് വിശദീകരിക്കാം. നമ്മൾ വില്ലാ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിന് പ്രധാനമായിട്ടും, ആ ലൊക്കേഷന് പ്രധാനമായിട്ടും 4 സവിശേഷതകൾ ആവശ്യമുണ്ട്. ഒന്നാമത്തേത് ലൊക്കേഷൻ തന്നെയാണ്. നല്ല ലൊക്കേഷൻ, ഒരു സ്റ്റണ്ണിങ് ലൊക്കേഷനാണ്. വാഗത്താനത്തെ സംബന്ധിച്ച് നോക്കിയാൽ ഇത് റിയലി ഒരു സ്റ്റണ്ണിങ് ലൊക്കേഷനായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒന്ന്, പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലം. 2, നമ്മുടെ ഡെയിലി നീഡ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും, എല്ലാ ഓഫീസുകളും എല്ലാ സ്ഥാപനങ്ങളും നമുക്കൊരു സ്റ്റോൺ ത്രോ ഡിസ്റ്റൻസിലുണ്ട്. അതായത് അതൊരു ഭയങ്കര പ്രത്യേകത തന്നെയാണ്. എല്ലായിടത്തും അത് കിട്ടത്തില്ല. അതായത് ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ, മിനി സിവിൽ സ്റ്റേഷൻ, KSEB, പോലീസ് സ്റ്റേഷൻ, അങ്ങനത്തെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകളും തൊട്ടടുത്ത് തന്നെയുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകൾ പോലുള്ള സ്ഥാപനങ്ങളെല്ലാം തൊട്ടടുത്തുണ്ട്. ആശുപത്രികൾ തൊട്ടടുത്തുണ്ട്. റെസ്റ്റോറൻറ്റുകൾ, പെട്രോൾ പമ്പ്, എല്ലാ പ്രമുഖ ബാങ്കുകളുടെയും ബ്രാഞ്ചുകൾ എല്ലാം നമുക്കൊരു സ്റ്റോൺ ത്രോ ഡിസ്റ്റൻസിലുള്ള ഒരു ലൊക്കേഷൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എന്നാൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ നാഗരികതയുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും എല്ലാ തിരക്കുകളിൽ നിന്നും ഒക്കെ അകന്നു മാറി പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലത്തേക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാഗത്താനം ഒരു സ്റ്റണ്ണിങ് ലൊക്കേഷൻ ആണെന്ന് പറയാനുള്ളത്. കമ്മ്യൂണിറ്റി ലിവിങ്ങിന് വേണ്ടിയ സ്ഥലത്തിന്റെ രണ്ടാമത്തെ പ്രധാന സവിശേഷത, രണ്ടാമത്തെ പ്രധാന ഘടകം എന്ന് പറയുന്നത് അതിന്റെ സെറനിറ്റിയും പ്യൂരിറ്റിയുമാണ്. ആ സ്ഥലത്തിന്റെ സെറനിറ്റിയും പ്യൂരിറ്റി. നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ശുദ്ധവായു, അതുപോലെ തന്നെ പ്യൂരിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ. അത് ഈ വാഗത്താനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ധാരാളമായിട്ടുള്ള ഒരു കിട്ടുന്ന സ്ഥലമാണ്. നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു കുന്നിൻ ചെരുവായിരുന്നു. ആ കുന്നിൻ ചെരുവിൽ, എന്നാൽ വളരെ സ്റ്റീപ്പായിട്ടുള്ള കുന്നിൻ ചെരുവല്ല, നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ഒരു കുന്നിൻ ചെരുവായിരുന്നു. ആ കുന്നിൻ ചെരുവിൽ നമ്മൾ ഭൂമിയുടെ ഘടന നിലനിർത്തിക്കൊണ്ട് തന്നെ പണിതു. അപ്പം ഓരോ ലൈനിലുള്ള ബിൽഡിങ്ങുകൾ ഓരോ ലെവലിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ മട്ടുപ്പാവിൽ നിന്ന്, എല്ലാവരുടെയും മട്ടുപ്പാവിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടും. എല്ലാവർക്കും നല്ല പ്രകൃതി ആസ്വദിക്കാം, ഫ്രഷ് എയർ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഫ്രഷ് എയറിനായിട്ട് നമ്മൾ എല്ലാ വീടുകളുടെയും മുമ്പിൽ നമ്മളുടെ ഒരു സിഗ്നേച്ചറായിട്ട്, ഒരുപക്ഷെ നമ്മളുടെ വില്ലയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയായിരിക്കാം, ഒരു ഹോട്ട് എയർ എക്സോസ്റ്റ് ചിമ്മിനി ഉണ്ട്. നമ്മുടെ വില്ലകൾക്ക് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ നമ്മുടെ സിഗ്നേച്ചർ തന്നെയാണ്. നമ്മുടെ വില്ലകൾക്ക് മാത്രമേ ഉള്ളൂ. ഹോട്ട് എയർ ചിമ്മിനി നമ്മൾ ഫിക്സ് ചെയ്യുന്നത് തന്നെ ഒരു 37 തൊട്ട് 40 അടി വരെ തറനിലയിൽ നിന്ന് ഒരു ഉയരത്തിലുള്ള സ്ഥലത്താണ് നമ്മളതിനെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ബിൽഡിങ്ങിനകത്തെ വായു ചൂടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആ ഹോട്ട് എയർ ചിമ്മിനി വഴി പുറത്തു പോകും. എയർ ഹോളിന്റെ ഒരു പ്രൊസീജിയർ തന്നെയല്ലേ സാർ? അത് തന്നെ ഒരു വിൻഡ് ടർബൈൻ ഇതാണ്. പക്ഷേ കാറ്റും കൊണ്ടും അല്ലെങ്കിൽ ഹോട്ട് എയറിന്റെ എക്സോസ്റ്റ് കൊണ്ടും മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണത്. അപ്പോൾ അത് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നാച്ചുറലായിട്ട് ഇതിനകത്തൊരു ഫ്രഷ് എയർ പുറത്തുനിന്ന് എപ്പോഴും കയറും. അതുകൊണ്ട് തന്നെ ഒരു കൊല്ലം വരെ നമ്മളുടെ വീടുകളൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ പോലും നമ്മളുടെ ഈ വീടിന്റെ ഒരു ഫ്രഷ്നെസ് പോകത്തില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. പിന്നെ ശുദ്ധജലത്തിന്റെ ലഭ്യത നമ്മുടെ വാഗത്താനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. വാഗത്താനത്ത് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. പക്ഷെ അതിന്റെ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ധാരാളം കാര്യങ്ങൾ ഈ പ്രൊജക്റ്റിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഏതാണ്ട് 6 ലക്ഷം ലിറ്ററോളം കൊള്ളുന്ന മഴവെള്ള സംഭരണികളുണ്ട്. അതെ, അത് ഓരോ ബിൽഡിങ്ങുകൾക്കും ഉണ്ടോ സാർ? അല്ല, പ്രത്യേകമായിട്ടല്ല, കോമൺ ആയിട്ടാണ്. 6 ലക്ഷം ലിറ്ററോളം കൊള്ളുന്ന 3 ടാങ്കുകളായിട്ട് ഭൂഗർഭ ടാങ്കുകൾ നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. രണ്ടാമത് നമ്മളുടെ ബോർവെല്ലുകളിലേക്ക് നമ്മൾ റീചാർജ് ചെയ്യുന്നുണ്ട് മഴവെള്ളം തന്നെ. അപ്പോൾ അതിന്റെ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്
സെക്യൂരിറ്റിയാണ്. ഒരു വില്ല പ്രൊജക്റ്റിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു തീർച്ചയായും, ഘടകം എന്ന് തീർച്ചയായും. പറയാം സെക്യൂരിറ്റി. നമുക്ക് അതിന് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എക്സ്റ്റേണൽ കോമ്പൗണ്ട് വാൾസ് എല്ലാം 6 അടി മുതൽ 12 അടി വരെ ഹൈറ്റുള്ള എക്സ്റ്റേണൽ കോമ്പൗണ്ട് വാളുകളാണ്. സിംഗിൾ എൻട്രി ഗേറ്റ് ആണ്. അപ്പോൾ അതിന് സെക്യൂരിറ്റി ഉണ്ട്, CCTV സിസ്റ്റം ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ എല്ലാ ബിൽഡിങ്ങുകളുടെയും മുകളിൽ നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റർ ഈ പാക്കേജിന്റെ ഭാഗമായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ബിൽഡിങ്ങുകൾക്കും ലൈറ്റ്നിങ് അറസ്റ്ററും ഉണ്ട്. അപ്പം സുരക്ഷയ്ക്ക് നമ്മൾ അതിയായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കൊടുത്തിട്ടുണ്ട്. 4-മത്തെ പ്രധാന ഘടകം കംഫർട്ടാണ്. മാൻമെയ്ഡ് ഫെസിലിറ്റീസ് വിച്ച് വി ആർ പ്രൊവൈഡിങ്. അതും വളരെ ധാരാളിത്തത്തോട് തന്നെ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടംപോലെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ബാഡ്മിന്റൺ കോർട്ടുകൾ, ബാസ്കറ്റ്ബോൾ കോർട്ട്, സ്വിമ്മിംഗ് പൂള്, ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസ് പിച്ച്, പിന്നെ നമ്മുടെ ക്ലബ് ഹൗസിൽ പൂൾ ടേബിൾ ഉണ്ട്, TT ടേബിൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ചിൽഡ്രൻ പ്ലേ ഏരിയ, നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും അവരുടെ ഒത്തുകൂടാനും ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനുമായിട്ട് നമ്മളൊരു ഓപ്പൺ എയർ ആംഫി തിയേറ്റർ ഉണ്ട് നമുക്ക്. അപ്പം അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സാർ, നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഇൻഡോർ ഗെയിമുകളും കാര്യങ്ങളും കോർട്ടുകളും ഒക്കെ ഉണ്ട്. സീനിയർ സിറ്റിസണും ഇവിടെ താമസം ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി? സീനിയർ സിറ്റിസൺസ് എന്ന് പറയുമ്പോഴേ റിട്ടയർമെന്റിന് ശേഷം അവർക്ക് റിട്ടയർമെന്റ് ലൈഫ് ഉണ്ട്, അതായത് കംഫർട്ട് ലൈഫ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സീനിയർ ലൈഫ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അസിസ്റ്റന്റ് ലൈഫ്, ഇതിനെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഇവരെ എല്ലാവരെയും കൂടെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതായത് റിട്ടയർഡ് ലൈഫിനും കംഫർട്ട് ലൈഫിനും അവരുടെ സീനിയർ ലൈഫിനും ഉപകരിക്കുന്ന പോലുള്ള ഇൻഡോർ ഗെയിംസുകൾ നമുക്ക് ധാരാളമുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പൂൾ ടേബിൾ ഉണ്ട്, TT ഉണ്ട്. അതുകൂടാതെ 6ഉം 60ഉം ഒരുപോലാണെന്ന് പറയുന്ന പോലെ. അതെ, അതുകൂടാതെ കാർഡ്സ് ടേബിൾ ഉണ്ട്, കാർഡ്സ് പ്ലേയിങ് ടേബിള്, ക്യാരം ടേബിള്, അങ്ങനത്തെ ഗെയിമുകളൊക്കെ ധാരാളം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ ഈ ക്ലബ് ഹൗസിലേക്കും പ്ലേ ഏരിയയിലേക്ക് വരാനായിട്ട് നമ്മളൊരു ഇലക്ട്രിക് ബഗ്ഗി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സീനിയർ സിറ്റിസൺ, അതായത് അവർ അസിസ്റ്റന്റ് ലൈഫിലാണെങ്കിലും സീനിയർ ലൈഫിലാണെങ്കിലും അവർക്ക് എല്ലാത്തിലും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന പോലെ ഒരു ഇലക്ട്രിക് ബഗ്ഗി. വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഒരുപാട് വില്ലകൾ ഉണ്ടെങ്കിലും അതിന്റെയൊക്കെ നിർമ്മാണങ്ങളിൽ നിന്നും കമ്പാരിറ്റീവ്ലി വളരെ വ്യത്യസ്തമായിട്ട് മനോഹരമായിട്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ താങ്കൾ ഇത്രയും ഈ മേഖലയിൽ പ്രവർത്തിച്ച ആളെന്ന രീതിയിൽ മികവ് പുലർത്തുന്ന ഒന്നായിരിക്കും. അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷൻ രീതികളെ കുറിച്ചൊന്ന് പറയാം. കൺസ്ട്രക്ഷൻ സ്റ്റാൻഡേർഡ്സ് ആണോ? സ്റ്റാൻഡേർഡ്സ്, കൺസ്ട്രക്ഷൻ നിലവാരം. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലെല്ലാം ഇന്റർനാഷണൽ നിലവാരമുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെ കൺസ്ട്രക്ഷൻ രീതികളും നമ്മൾ ഇന്റർനാഷണൽ നിലവാരത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും, നമ്മൾ വളരെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എത്ര സ്ക്വയർ ഫീറ്റ് മുതൽ ഇത്ര സ്ക്വയർ ഫീറ്റ് വരെയുള്ള ബിൽഡിങ്ങുകളാണ് അല്ലെ വില്ലകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? ഞങ്ങളിവിടെ 1800 സ്ക്വയർ ഫീറ്റ് വരെ തുടങ്ങി 1800 സ്ക്വയർ ഫീറ്റ് മുതൽ ഉള്ള ബിൽഡിങ്ങുകൾ ഇവിടെ പണിയുന്നുണ്ട്, വില്ലകൾ പണിയുന്നുണ്ട്. മുകളിലോട്ട് ഒരു പ്ലോട്ടിൽ, സിംഗിൾ പ്ലോട്ടിൽ 4500 സ്ക്വയർ ഫീറ്റ് വരെ പണിയാം. 2 പ്ലോട്ടുകൾ ഒരുമിച്ചെടുക്കുന്നവർക്ക് വേണമെങ്കിൽ 8000 to 9000 സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ പണിയാം. അതെല്ലാം കസ്റ്റമറുടെ താല്പര്യത്തിനനുസരിച്ച്, അവരുടെ താല്പര്യങ്ങൾ നമ്മൾ നോക്കിയാണ് താല്പര്യങ്ങൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ സാറേ, നമ്മളൊരു വില്ല സ്വന്തമാക്കണമെങ്കിൽ ഇത് കാണുന്ന ഒരു പ്രേക്ഷകൻ എന്താണ് ചെയ്യേണ്ടത് ഒരു വില്ല സ്വന്തമാക്കുന്നതിന് വേണ്ടി? ഓക്കെ, അതേക്കുറിച്ച് പറഞ്ഞാൽ ആദ്യമായിട്ടൊരു പ്ലോട്ട് കണ്ടിഷ്ടപ്പെട്ട് അത് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. അത് കഴിയുമ്പോൾ നമ്മൾ അവരുടെ പേരിലേക്ക് അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. അതായത് മാക്സിമം ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അവരുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. അവരുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് അവരുടെ പേരിൽ തന്നെ നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കും. ബിൽഡിംഗ് പെർമിറ്റ് എടുത്തു കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ നിർമ്മാണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഗവൺമെൻറ് റൂൾസും നമ്മൾ ഒബേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കസ്റ്റമർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. കാരണം അവരുടെ പേരിൽ തന്നെയാണ് പെർമിറ്റ് ഉള്ളത്. അത് കഴിഞ്ഞ് ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും അഭിരുചിക്ക് അനുസരിച്ചിട്ട് നമ്മൾ അവരുടെ റൂമുകളും ആ ബിൽഡിങ്ങുകളും നമ്മൾ കസ്റ്റം മെയ്ഡായിട്ട് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നു, അതനുസരിച്ച് നിർമ്മിക്കുന്നു. അപ്പോൾ ഓരോ ലെവലിലും, പ്ലാനിങ്ങിലും കൺസ്ട്രക്ഷൻ്റെ ഓരോ ലെവലിലും അവർക്ക് സൂപ്പർവൈസ് ചെയ്യാനും അങ്ങനെ അഭിപ്രായങ്ങൾ പറയാനും അങ്ങനെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാനും ഒക്കെ അവർക്ക് സാധിക്കുന്നു. സാറേ, ഞാൻ ശരിക്കും നമ്മുടെ വില്ലാസ് എല്ലാം ഒന്ന് കാണുമായിരുന്നു. ഒരു 5-8 വില്ല ഞാൻ കയറി. ഇതിന്റെ ഇന്റീരിയർ ഡെക്കറേഷൻ വളരെ മനോഹരമാണ്. നല്ലൊരു ആംബിയൻസ് ആണ് ഓരോ റൂമിലും. അപ്പം നമ്മൾ തന്നെയാണോ അത് ഡിസൈൻ ചെയ്യുന്നത്? അതെ, ഞങ്ങൾ ഇതിൻ്റെ ഇവിടുത്തെ വില്ലകളിൽ വെച്ച് നോക്കിയാൽ ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം ഞങ്ങൾ തന്നെ, ഞങ്ങളുടെ ഡിസൈനേഴ്സ് തന്നെ ഡിസൈൻ ചെയ്തു, ഞങ്ങളുടെ ടീം തന്നെ നിർമ്മിച്ചതുമാണ്. എല്ലാ ഇന്റീരിയർ വർക്കും ഞങ്ങളുടെ ടീം തന്നെ ചെയ്തതാണ്.
ഒരു വീട് മാത്രമേ പുറത്തുനിന്ന് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞങ്ങൾക്ക് സാധാരണഗതിയിൽ വരുന്ന കസ്റ്റമേഴ്സിനെ ഞങ്ങൾ അവരുടെ വീട് പണിത് കഴിയുന്ന സമയമാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ഞങ്ങൾ തന്നെ ചെയ്തിട്ട് അവരെ 3D കാണിച്ചു കൊടുക്കും. ഇഷ്ടപ്പെട്ടാൽ അവരത് ഞങ്ങൾക്ക് തന്നെ തരും, അല്ലെങ്കിൽ അവർ പുറത്തുനിന്ന് ചെയ്യിക്കാനുള്ള ഓപ്ഷൻ അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒട്ടുമിക്കാറും ഞങ്ങളെ കൊണ്ട് തന്നെയാണ് അവർ ചെയ്യിക്കുന്നത്. കാരണം കാണുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെടാറുണ്ട്. ശരി. ഇപ്പൊ എന്തായാലും മനോഹരമായ വില്ലകൾ. സത്യം പറഞ്ഞാൽ എനിക്കൊരു വില്ല സ്വന്തമാക്കണമെന്നുണ്ട്. റെഡി ക്യാഷ് ഒന്നുമില്ല, നമുക്ക് ബാങ്ക് ലോൺ സൗകര്യം വല്ലതും അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ? ഷുവറായിട്ടും, തീർച്ചയായിട്ടും. 100% സംവിധാനം ഒക്കെ ഉണ്ടോ? 100% വരെ ഇൻക്ലൂഡിങ് ലാൻഡ് പർച്ചേസ് ലോൺ ഉൾപ്പെടെ 100% വരെ ലോൺ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. കേരളത്തിലെ എല്ലാ പ്രമുഖ ബാങ്കുകളും ഓൾറെഡി ഇവിടെ ലോൺ കൊടുക്കുന്നുണ്ട്. അവരൊക്കെ അപ്രൂവ് ചെയ്തേക്കുന്ന പ്രൊജക്റ്റുമാണ്. എന്തായാലും ഈ വില്ലകളെ കുറിച്ച് വളരെ മനോഹരമായി സംസാരിച്ച തങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ വില്ലകൾ ആവശ്യമുള്ളവരെ ഇന്ന് തന്നെ സാറിനെ കോൺടാക്ട് ചെയ്യുക. നന്ദി, നമസ്കാരം. റീഗൽ കാസിൽസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ വാകത്താനത്തെ ലക്ഷറി വില്ല പ്രൊജക്റ്റായ റോയൽ കാസിൽസ് നിന്ന് ബിൽഡിംഗ് സ്വന്തമാക്കിയ പ്രിയപ്പെട്ട ജെ ജോർജ് സാറും സുനിയമാണ് ഇവിടെ എന്നോടൊപ്പം ഉള്ളത്. രണ്ടുപേരെ സ്വാഗതം ചെയ്യുന്നു. ശരിക്കും ഒരുപാട് വില്ല പ്രൊജക്ടുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അല്ലേ? എങ്ങനെയാണ് ശരിക്കും ഈ റോയൽ കാസിൽസ് വില്ല പ്രൊജക്റ്റിലേക്ക് അല്ലെങ്കിൽ അവരിലേക്ക് എത്തിയത്? എൻ്റെ പേര് ജി ജോർജ് എന്നാണ്. ഞാൻ ബേസിക്കലി ആലപ്പുഴ മാന്നാറിൽ നിന്നാണ്. ഞങ്ങൾ 2022 ഇങ്ങനൊരു വില്ല പ്രൊജക്റ്റിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചത്. അത് തീർച്ചയായിട്ടും ഒരു ക്ലോസ്ഡ് പ്രൊജക്റ്റ് തന്നെ വേണമെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റി ക്ലോസ് പ്രൊജക്റ്റിൽ തന്നെ വേണമെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞങ്ങൾ കോട്ടയത്തുള്ള 2-3 കോട്ടയത്തും ഈവൻ എറണാകുളം വരെയും ഞങ്ങൾ പോയി 2-3-4 പ്രൊജക്റ്റുകളായിട്ടൊക്കെ ബന്ധപ്പെട്ടു. അതിനുശേഷമാണ് ഫൈനലി ഞങ്ങൾ ഇവിടേക്ക് വന്ന് എത്തിപ്പെടുന്നത്. ഇവിടെ എത്തിപ്പെട്ടപ്പോൾ എന്നാൽ സിറ്റിയിൽ നിന്ന് അകലെയല്ല, ഈവൻ മെയിൻ റോഡിൽ നിന്ന് പോലും വളരെ അടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു 50 മീറ്റർ മാത്രമേ ഉള്ളൂ ഉള്ളിലേക്ക്. എന്നാൽ റോഡിൻ്റെതായ ഒരു പ്രയാസങ്ങളും ഇല്ലാതെ, ഒരു ശബ്ദ കോലാഹലങ്ങളും ഇല്ലാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ തീർച്ചയായിട്ടും നല്ലൊരു അന്തരീക്ഷത്തിൽ പറ്റുന്ന ഒരു വില്ല പ്രൊജക്ട് നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. 2022 ഏപ്രിലാണ് ഞങ്ങൾ ഇതിന്റെ തറക്കല്ലിടുന്നത്. എന്നാൽ 2023 നവംബർ ആയപ്പം തന്നെ ഞങ്ങൾ ഇതിന്റെ ഹൗസ് വാമിംഗ് സെറമണി നടത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. 1 വർഷം, ഒരു 1.5 വർഷം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിന്റെ കംപ്ലീറ്റ് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റീരിയർ ഉൾപ്പെടെ, ഇതിന്റെ ഇന്റീരിയർ മെയിനായിട്ടും ഇവർ തന്നെയാണ് ചെയ്തത്. ഇന്റീരിയറാണ് എന്നെ പെട്ടെന്ന് ആകർഷിച്ചത്. അതെന്ത് മെറ്റീരിയലാണ് സാർ? ഇത് ടീക്ക് വുഡ് കൊണ്ടാണ് കംപ്ലീറ്റ്ലി ചെയ്തത്. ഞങ്ങൾ ഇന്റീരിയറിൽ ആക്ച്വലി ഇൻ ദ ബിഗിനിങ്ങിൽ ഞങ്ങൾ സെപ്പറേറ്റ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. അത് ഓപ്ഷനിലാണ്. നമുക്ക് വേറെ ആൾക്ക് വേണേൽ കൊടുക്കാം, വേറെ കോൺട്രാക്ടറിന് വേണേൽ കൊടുക്കാം. എന്നാൽ ഇവരുടെ പ്രീവിയസ് വർക്കുകൾ കണ്ടിട്ട്, ഇവരുടെ ഹിസ്റ്ററിയെ നമ്മൾ കണ്ടിട്ട്, അവരുടെ 2-3 പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവരുടെ ക്വാളിറ്റിയും അവരുടെ എന്താണ് പുതിയ മോഡേൺ ടെക്നോളജിയൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് എത്തിപ്പെടുന്നതും. കംപ്ലീറ്റ്ലി ടീക്ക് വുഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു വില്ല തന്നെ നമുക്ക് ചെയ്തു തീർക്കുവാൻ സാധിച്ചു. ഇതിനകത്തിൽ എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട്. ക്ലബ് ഹൗസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും അല്ലാതെ വലിയവർക്കുള്ള കോർട്ട് ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് എല്ലാ ഫെസിലിറ്റീസുമുള്ള ഒരു വില്ല സ്വന്തമാക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ മിസ്റ്റർ സോജിയും ആൻഡ് മിസ്സസ് സിജിയോടും ഞങ്ങൾ തീർച്ചയായിട്ടും കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ മുടക്കിയ വാല്യൂ അനുസരിച്ച് നമുക്കൊരു വില്ല, ഈ വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് എല്ലാവരുടെയും. അതനുസരിച്ച് ഒരു വില്ല നമുക്ക് കിട്ടുവാൻ നമുക്ക് സാധിക്കാം. വി ആർ വെരി താങ്ക്ഫുൾ ടു ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദി ടീം. ബിക്കോസ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകമായിട്ട് ഇതിന്റെ ഇന്റീരിയർ ചെയ്തപ്പോൾ അവർ വളരെ ഞങ്ങളുടെ കാര്യം കൂടെ മാനിക്കുകയും അവരുടെ അഡ്വൈസ് നമുക്ക് തരികയും, എന്നാലും നമ്മുടെ അഡ്വൈസിൽ കൂടെ അത് എത്ര നല്ലതാക്കി ചെയ്യാമോ അത് ചെയ്യാനും സാധിച്ചു. അതിനകത്ത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഈ വില്ലയിൽ മറ്റ് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണുള്ളത്? ഞാനിപ്പോ ലിഫ്റ്റ് കണ്ടു,
അതേപോലെ തന്നെ മനോഹരമായ ഹോം തിയേറ്റർ കണ്ടു. അതെ അതെ എന്റെ വില്ലക്കകത്തില് ലിഫ്റ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്പേഷ്യസ് ആണ്. ഞാൻ ആദ്യമായി ഇവരോട് പറഞ്ഞിരുന്നു നല്ല സ്പേഷ്യസ് ആയിരിക്കണം, ഇടുങ്ങിയ മുറികളും ഒന്നും പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ആദ്യത്തെ കൺസെപ്റ്റ് തന്നെ. അതുകൊണ്ട് തന്നെ ഒരു ഹോം തിയേറ്ററും അതുകൊണ്ട് തന്നെ യൂട്ടിലിറ്റി റൂമുകൾ, കിച്ചൺ ആണെങ്കിലും ഞങ്ങൾക്ക് ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട്, അല്ലാതെ തന്നെ വേറൊരു കിച്ചണും ഉണ്ട്. കിച്ചന്റെ കാര്യം നമ്മുടെ വൈഫ് പറയും തീർച്ചയായിട്ടും. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ നല്ല വീട്. അത് പ്രത്യേകിച്ച് ഞങ്ങൾ മിഡിൽ ഈസ്റ്റിൽ 10-28 കൊല്ലം ഞങ്ങൾ ജോലി ചെയ്ത ഒത്തിരി ഫ്രണ്ട് സർക്കിൾപ്പെട്ടവർ ഇങ്ങനെയുള്ള വില്ലകളിൽ താമസിക്കുന്നവരുണ്ട്. കോമ്പൗണ്ട് വാൾ വില്ലകളിൽ താമസിക്കുന്നുണ്ട്. അവർക്കൊക്കെ വന്നവർക്ക് എല്ലാവർക്കും വളരെ മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പണികളും ഇതിന്റെ ഒരു ആംബിയൻസും എല്ലാ രീതിയിലും അവർക്ക് ഇഷ്ടപ്പെട്ടു. വളരെല്ലാം സന്തോഷമാണ്. അവരെല്ലാം വീട് വെച്ച് പോയത് കൊണ്ടാണ്, അല്ലെ അവരൊക്കെ പലരും ഇതിനകത്തിൽ വന്ന് തീർച്ചയായിട്ടും വീട് മേടിച്ച്. എന്നാലും മനോഹരമായ താങ്കളുടെ മനസ്സിനിണങ്ങിയ ഒരു വില്ല താങ്കൾ സ്വന്തമാക്കി. തീർച്ചയായും ഞാൻ ചോദിക്കട്ടെ, പുറത്ത് ഒരുപാട് ആളുകൾ ഈ വില്ലയിലേക്ക് വില്ല വാങ്ങാൻ വേണ്ടി വരണമെന്നുണ്ട്. ശരിക്കും നമ്മളെ റീഗൽ കാസിൽ ബിൽഡേഴ്സിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല അഭിപ്രായമാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, വാക്കിൽ നിന്ന് കിട്ടി. അതെ, വീട് എന്ന് പറയുന്നത് നമുക്കൊക്കെ വീട് എന്ന് പറഞ്ഞ ഒരു വീട് ഒക്കെയാണല്ലോ ഒരു ജീവിതത്തിൽ നമുക്കുണ്ടാകുന്നത്. അങ്ങനെ ഒരു നല്ല വീട് ചെയ്തു തരാനും പിന്നെ നമ്മുടെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കാനും ഒരു ബിസിനസ് മാത്രമല്ല. ബിസിനസ് തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഇപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾ വളരെ ക്ലോസ് ഫാമിലി ഫ്രണ്ട്സ് ആണ്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ അടുത്ത ഫ്രണ്ട്സ് ആണ്. ഞാൻ അടുത്ത ദിവസം തന്നെ പറയുകയും ചെയ്തു, സിജി ഒരു ദിവസം കണ്ടില്ലെങ്കിൽ വിളിച്ചില്ലെങ്കിൽ നമുക്കൊരു പ്രയാസം വരും അവരുടെ ടീമിലുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിളിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കൺസേണും അവര് ടേക്ക് കെയർ ചെയ്തു. പിന്നെ ഇതിന്റെ പണിയുടെ സമയത്ത് അങ്ങനെയാണ് ഇതിന്റെ ഒരു മനോഹാരിതയിലേക്ക് വരുവാൻ സാധിച്ചത്. ഒരു വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ശരിക്കും അടുക്കളയാണ്, അല്ലെ? നമ്മുടെ പണ്ടത്തെ കാരണവന്മാരൊക്കെ പറയും കലവറയാണ് അടുക്കള, അതെപ്പോഴും മനോഹരമായിരിക്കണം, എന്നാലാണ് വീടിന്റെ ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത്. മാഡത്തിന് മനസ്സിനിണങ്ങിയ ഒരു കിച്ചൺ ആണെന്ന് തോന്നുന്നു, ആ മുഖത്തുനിന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എന്തൊക്കെ ഫെസിലിറ്റിയാണ് മാഡത്തിന്റെ സങ്കല്പം എന്തായിരുന്നു? എന്റെ മനസ്സിനിണങ്ങിയ ഒരു കിച്ചൺ തന്നെയാണിത്. മെയിൻലി ഒരു ഓപ്പൺ കിച്ചണും ഒരു ക്ലോസ് കിച്ചണുമായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഓപ്പൺ കിച്ചണിൽ മെയിൻലി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്, കാരണം ഡൈനിങ് ടേബിളിനോട് അടുത്ത് തന്നെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്, ചൂടോടെ കൊടുക്കുക ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ക്ലോസ് കിച്ചൺ അവിടെയാണ്, അവിടെ നോൺ വെജ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അവിടെ പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ യൂട്ടിലിറ്റീസ് എല്ലാം ഈസിലി ആക്സസ് ചെയ്യാൻ പാകത്തിന് നല്ല കബോർഡ്സ് അപ് ടു റൂഫ് ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവൻ ആണെങ്കിലും അതിൻ്റെ എല്ലാം കറക്റ്റ് സ്പേസിൽ തന്നെ ഫിറ്റ് ചെയ്ത്, അതുപോലെ ഫ്രിഡ്ജ് അതെല്ലാം അതുപോലെ തന്നെ. ഞങ്ങൾ പിന്നെ എനിക്ക് വലിയ കിച്ചൺ വേണ്ടാന്നൊരു ആഗ്രഹത്തിനുള്ളതായിരുന്നു. കാരണം സൗദിയിൽ 25 വർഷമായിട്ട് ഞങ്ങൾ അപ്പാർട്ട്മെന്റ് താമസിച്ചുകൊണ്ട് സ്മോൾ കിച്ചൺ ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് തന്നെ ഞങ്ങൾ കുക്കിംഗ് റേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം അതിൻ്റെ കറക്റ്റ് സ്പേസിൽ സെറ്റ് ചെയ്തു. പിന്നെ ഡിഷ് വാഷ് എല്ലാം എൻ്റെ ഒട്ടും പോലും സ്പേസ് ഗ്യാപ്പ് ഇടാതെ എല്ലാം കറക്റ്റായിട്ട് സ്പേസ് ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. വീടിന്റെ കാവലാൾ എന്ന് പറയുന്നത് ശരിക്കും കലവറ നോക്കുന്ന മാഡമാണ്, അല്ലെങ്കിൽ മാഡത്തെ പോലുള്ള ആളുകളാണ്. അപ്പൊ ശരിക്കും മാഡത്തിന്റെ സങ്കല്പം അനുസരിച്ചുള്ള ഒരു കിച്ചൺ കിട്ടി. നമ്മുടെ ബിൽഡറെ കുറിച്ചുള്ള ആ ഒരു അഭിപ്രായം എന്താണ്? അവരെ കുറിച്ച് നല്ലൊരു അഭിപ്രായം തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞത് രീതിയിലെല്ലാം അതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു നെഗറ്റീവ് പോയിന്റ്സും പറയാനില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് തന്നെയാണ് അവര് എല്ലാം അതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എല്ലാം എൻ്റെ കറക്റ്റ് സ്പേസിൽ തന്നെ എല്ലാം ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഗ്യാപ്പ് ഇടുകയും എല്ലാം തന്നെ നല്ലതായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു. റീഗൽ കാസിൽസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ വാഗത്താനത്തെ റോയൽ കാസിൽസ് ലക്ഷറി വില്ല ആദ്യമായി സ്വന്തമാക്കിയ പ്രിയപ്പെട്ട സാമുൽ സാറും വർഗീസ് സാറുമാണോ എന്നോടൊപ്പം ഉള്ളത്. രണ്ടുപേർക്കും നമസ്കാരം. മനസ്സിലായി, ഇങ്ങനൊരു സങ്കല്പം വന്നപ്പോൾ ഇവരെ സമീപിക്കാനുള്ള ഒരു പ്രചോദനം എന്താണ്? എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് താങ്കൾ എത്തപ്പെട്ടത്? ഓക്കെ, സോ ബാക്ക് ഇൻ 2015-2016 ഞാനൊരു ഇങ്ങനെ ഒരു സെർച്ച് ചെയ്യുമായിരുന്നു. സോ ദിസ് പ്ലേസ് ഇസ് നോൺ ടു മീ. അപ്പം എൻ്റെ മമ്മിയുടെ റിലേറ്റീവ്സ് ഇവിടെ അടുത്തുണ്ട്. ഐ വാസ് ലുക്കിംഗ് ടു ഫോർ മോർ സെക്യൂർഡ് കൈൻഡ് ഓഫ് പ്ലേസ്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ദിസ് വാസ് എ ഫസ്റ്റ് പ്ലോട്ട്. അപ്പം ഇത് വിത്ത് മൈ ഗട്ട് ഫീലിംഗ്
I somehow trusted them, I relied them. പിന്നെ ഈ വീട് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയപ്പോൾ എനിക്ക് ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടു, അതെടുത്തു. 8 years down the line ഞാനത് റിനോവേഷൻ ചെയ്തു, ബിക്കോസ് ഐ വാണ്ടഡ് ടു അപ്ഗ്രേഡ് മൈസെൽഫ് വിത്ത് ദ ലേറ്റസ്റ്റ് ഡിസൈൻസ് ആൻഡ് എവറിത്തിങ്. പിന്നെയും ബാക്ക് ടു ദം. സോ ഐ എം ഹാപ്പി വിത്ത് ദം. നമ്മുടെ മനസ്സിലെ ഒരു ഔട്ട്ലൈൻ ആയിരുന്നോ ഇവിടെ കണ്ട ആ ഒരു എലിവേഷനും ബിൽഡിങ്ങിൻ്റെ ഒരു ബ്യൂട്ടിയും ഒക്കെ? ഉണ്ടായിരുന്നു. നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ശരിക്കും ഇവിടെ ഇപ്പോൾ ഉള്ളത്? ഈ വീട് ഇപ്പം 2780 ആയിരുന്നു. ഇപ്പം റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ഒരു റൂം ആഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വിൽ ഗോ അബവ് 3000 സ്ക്വയർ ഫീറ്റ്. അത് വിടാതെ വി ഹാവ് ഓൾ ദ കോമൺ അമ്യൂണിറ്റീസ് ആൻഡ് എവറിത്തിങ്. സോ ആൻഡ് ജിമ്മും കോമൺ ഡിസ്പ്ലേ ഏരിയ, സ്വിമ്മിംഗ് പൂൾ, എവറിത്തിങ്, ആൻഡ് കിഡ്സ് സെക്ഷൻ ഓൺ ദ ടോപ്പ്. പിന്നെ ടാർഡ് റോഡ്സ്, സെക്യൂരിറ്റി. സോ ദാറ്റ്സ് വാട്ട് സംതിങ് വിച്ച് ഐ വാസ് ലുക്കിംഗ് ഫോർ. അപ്പോൾ നമ്മുടെ മനസ്സിലെ സങ്കല്പങ്ങൾ അനുസരിച്ച് റീഗൽ കാസിൽ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൊജക്റ്റുകൾ വെക്കുന്നുണ്ടായിരിക്കും ആളുകൾ കൂടുതലായി തേടിയെത്തുന്നത് അല്ലേ? അതെ അതെ. ആൻഡ് ദേ ആർ വെരി ഫ്ലെക്സിബിൾ. നമ്മളൊരു ഡിസൈൻ ഞങ്ങൾ ചോദിച്ചാൽ ദേ വിൽ ട്രൈ ടു അക്കോമഡേറ്റ് വിത്ത് വാട്ട് വി ആർ റിക്വസ്റ്റിംഗ്. സാർ, റിട്ടയർമെന്റ് ജീവിതം സന്തോഷകരമാകുവാൻ മനോഹരമായ ഒരു വീട്, പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു പ്രദേശം, എങ്ങനെ അതേക്കുറിച്ച് വെരി ഹാപ്പി. ഈ ഒരു പ്രൊജക്റ്റിലേക്ക് മകൻ്റെ ഒപ്പം താങ്കളും സഞ്ചരിച്ചിരുന്നോ, അല്ലെങ്കിൽ സജഷൻസ് ഒക്കെ അവർക്ക് കൊടുത്തിരുന്നു? വളരെ പീസ്ഫുൾ ഏരിയ. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഒത്തിരി കൺസേൺ ആണ് മെയിൻ. പിന്നെ വളരെ പീസ്ഫുൾ ഏരിയ. സേഫ്റ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് വില്ല പ്രൊജക്റ്റ് അല്ലേ? ഓഫ് കോഴ്സ്. റീഗൽ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് സാർ? ഞാനിവിടെ ഇല്ല. സോ വെനെവർ അപ്പം എൻ്റെ പേരൻസ് ഇവിടെ, അപ്പം സോ ഐ ഫീൽ സെക്യൂർ ഫോർ ദം. അപ്പം ഇവിടെ ഒരു സെക്യൂരിറ്റിയും അതൊരു ആസ്പെക്റ്റ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ സപ്പോർട്ട് സ്റ്റാഫും ഇവിടുത്തെ ഒരു 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 കെയറും ഒരു ഐ ഫീൽ അറ്റ് ഹോം. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു സം ബിൽഡേഴ്സ് നമുക്കൊരു ഡിസ്റ്റൻസ് ആയിട്ട് തോന്നും. അങ്ങനെ ഒന്നും ബിൽഡറായിട്ടൊരു ഇതായിട്ട് നമ്മൾ ഇത് ചെയ്യില്ല. ആസ് എ ഫാമിലി, മോർ ദാൻ ആസ് എ ഫാമിലി. അപ്പം അതൊരു ഇതുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. പിന്നെ സെക്യൂരിറ്റി ഒരു ഡെഫിനറ്റ്ലി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണത്. ഒരു ആഘോഷങ്ങൾക്ക് വരുമ്പോൾ നെയ്ബേഴ്സുമായി എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് സാർ ആഘോഷിക്കുന്നത്? ചെയ്യുന്നുണ്ട്. സോ ലാസ്റ്റ് ഡിസംബർ നമ്മൾ ഒരുമിച്ച് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തു. ലാസ്റ്റ് ഓൾസോ വി വർ ടുഗെദർ. ആൻഡ് അത് ആസ് എ ഫാമിലി, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇൻഡിവിജ്വൽ ഓർ നെയ്ബേഴ്സ്. ഇറ്റ്സ് മോർ ലൈക്ക് എ ഫാമിലി. അതൊരു സെലിബ്രേഷൻ ഉണ്ട്. പിന്നെ ഓണത്തിന് എല്ലാത്തിനും we gather together. എല്ലാവരും ഒരേപോലെ ചേർന്നിരുന്ന് ആഘോഷിക്കുന്നു അല്ലേ? ഓക്കെ സാറേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച നമ്മുടെ കൊച്ചു കേരളത്തിൽ, നമ്മുടെ വാകത്താനത്ത് നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ മനോഹരമായ വില്ലകൾ സ്വന്തമാക്കുവാൻ റീഗൽ കാസിൽസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു മനോഹരമായ എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.